പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളൊരു ചിത്രം തുടങ്ങി അന്നേരം മുതൽ ചിത്രത്തിന് ശനിദശ വിട്ടൊഴിഞ്ഞിട്ടില്ല. മറ്റാരുടെയും ചിത്രത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ ആൻഡോ ജോസഫ് പാട്രിയറ്റ് പാട്രിയറ്റ് എന്ന മകേഷ് നാരായണൻ, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ ഒന്നിക്കുന്ന, കൂടെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ, നയൻതാര, അങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെ എണ്ണം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ചിത്രമാണ് മകേഷ് നാരായണൻ ചിത്രം. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ പറഞ്ഞ് ഏപ്രിൽ 23 റിലീഫ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടക്കം തൊട്ട് ഭയങ്കര പാളിച്ചകളാണ്. ഇതിനിടയിൽ വരുന്നു ഫിയോക്കിൻ്റെ വിലക്ക് എന്നുള്ള വാർത്ത. ഫിയോക്കിൻ്റെ വിലക്ക് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓർമ്മയെത്തിയത് എന്താണെന്നറിയാവോ? ഹൈപ്പ് കുറവാണ്, എന്നാൽ ഇച്ചിരി ഹൈപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയൊരു നാടകമാണോ എന്നുള്ള സംശയമാണ് എനിക്കുണ്ടായത്. അതിന് കാരണമായിട്ട് മലയാളത്തിലെ പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലും നമ്മൾ കാണുന്ന ക്ലീശ നാടകമാണ് ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിർമ്മാതാക്കളും ഈ തിയേറ്റർ ഉടമകളും ഒക്കെ ആയിട്ടൊരു ബഹളം. അത് പല ചിത്രങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ഇത് കുറച്ച് നാൾ ചർച്ച ചെയ്യുമ്പം ഇതിൻ്റെ ഹൈപ്പം കൂടും. സിനിമ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ളവരും, അല്ലാതെ സിനിമ വല്ലപ്പോഴും ഒക്കെ കാണുന്ന ആൾക്കാരും എന്നാൽ എന്താണ് ഇതൊന്നും അറിയാൻ വേണ്ടി ഒന്ന് കയറി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുതന്നെയായിരിക്കാം നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും ഒക്കെ ഒന്നിച്ച് അവർ സഹകരിച്ചുണ്ടാക്കിയൊരു വിവാദമായിട്ട് എനിക്ക് ആദ്യമേ തോന്നിയത്. ഇനി ഇതിനകത്ത് സത്യമില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഫിയോക്കിൻ്റെ തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കേണ്ട, കരാർ റദ്ദാക്കി, കരാർ ഒപ്പിടണ്ട എന്ന് തിയേറ്റർ ഉടമകൾക്ക് നിർദ്ദേശം കൊടുത്തതായിട്ടാണ് പറയുന്നത്. ഫിയോക്കിൻ്റെ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു വിജയകുമാറാണ് എന്ന് തോന്നുന്നു. ഏകദേശം 400ഓളം തിയേറ്റർ ഇതിൻ്റെ കീഴിലുണ്ട്. അതുകൊണ്ട് ഈ ഭീഷണി നമുക്കത്ര കുറച്ച് കാണാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ കാര്യമായിട്ട് പറയുന്നത് എന്ന് പറയുന്നത്, മിക്കവാറും ചിത്രങ്ങൾക്ക് ആദ്യ ദിവസം നിർമ്മാതാക്കൾക്ക് 60%, പിന്നെ തിയേറ്റർ ഉടമകൾക്ക് 40%, ആ രീതിയിലാണ് കളക്ഷൻ ഡേറ്റ നിശ്ചയിക്കുന്നത്. രണ്ടാമത്തെ ദിവസമാകുമ്പോൾ 50-55, ബാക്കിയുള്ളത് നിർമ്മാതാക്കൾക്ക് എന്നുള്ള അവസ്ഥയാണ്. പിന്നെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ 50-50 ചെന്ന് നിൽക്കും. അതാണ് സാധാരണ കേസിലുണ്ടാകുന്നത്. പക്ഷേ ആൻഡോ എടുക്കുന്ന ഈ പടത്തിൽ മമ്മൂട്ടി, മോഹൻലാലും എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ചിത്രം 2 ആഴ്ച 60% വേണം എന്ന് നിർമ്മാതാവ് നിർബന്ധം പിടിച്ചു എന്നാണ് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രമാണ്, വമ്പൻ ബഡ്ജറ്റ് ഇറങ്ങുന്ന ചിത്രമാണ്. അങ്ങനെ രണ്ടാമത്തെ ആഴ്ച 55-50% തിയേറ്റർ ഉടമകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല നിർമ്മാതാക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വമ്പൻ നഷ്ടം. 60%എങ്കിലും വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അത് കൊടുക്കാൻ നിർവാഹമില്ല എന്ന് തിയേറ്റർ ഉടമകളും പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ചെറിയ ചായ കൊപ്പയിലെ കൊടുങ്കാറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പരിഹരിക്കും, പഴയ നില തന്നെ തുടരാനായിരിക്കും തീരുമാനം. അതുവരെ ചിലപ്പം വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ഇതൊരു വാർത്തയായിട്ട് ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ, ബൂസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇത് ആൻഡോയുടെ ബുദ്ധിയാകാനാണ് സാധ്യത. നമ്മളെ പറഞ്ഞു കൊടുക്കാൻ ആൻ്റണി പെരുമ്പാവൂരും ഉണ്ടല്ലോ, ഇവരൊക്കെ വളരെ സുഹൃത്തുക്കളുമാണ്. നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 100 കോടിയൊക്കെ മുടക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഹൈപ്പ് വളരെ കുറവാണ്. പരിപ്പോടെ പ്രൊമോഷനാണ്, ആർക്കും അത്രമേൽ അറിയില്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് കേൾക്കുമ്പം തന്നെ ഭയങ്കര ഹൈപ്പ് വരേണ്ടതാണ്. പക്ഷേ യാതൊരുവിധ ഹൈപ്പും ഈ ചിത്രത്തിന് ഉണ്ടാകാൻ പറ്റുന്നില്ല. അതിനിടയിലാണ് യുദ്ധവും കൂടെ വരുന്നത്. യുദ്ധത്തെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പല ചിത്രങ്ങളെ ബാധിക്കും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പം ചിത്രം ഇറങ്ങുമോ ഇറങ്ങത്തില്ലയോ എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, ചിത്രം ഇറങ്ങും. ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളാണ്, അത് അവർ പറഞ്ഞു തീർക്കും. കാരണം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്.
അതാണ് ഞാൻ പറഞ്ഞത്, അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന നാടകമാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാത്തിരിക്കാം, കണ്ടറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.